2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണിത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി നിലവിലുള്ള ഈ സമയത്ത് ഒരു നിസ്സാര വാട്സാപ്പ് ഫോർവേഡ് പോലും എങ്ങനെ നിങ്ങളെ വലിയൊരു നിയമക്കുരുക്കിലാക്കാമെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, വ്യാജ വാർത്തകളും AI ഡീപ് ഫേക്കുകളും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയോ ഓഡിയോയോ ഷെയർ ചെയ്യുമ്പോൾ അതിൽ AI ജനറേറ്റഡ് എന്ന ലേബൽ നിർബന്ധമായും കൊടുത്തിരിക്കണം കേട്ടോ. സത്യം എന്താണെന്നറിയാതെ ഒരു മെസ്സേജ് വെറുതെ ഫോർവേഡ് ചെയ്യുന്നത് ഉണങ്ങിയ കാട്ടിലേക്കൊരു തീപ്പെട്ടിക്കൊള്ളി വലിച്ചെറിയുന്നതിന് തുല്യമാണല്ലേ. രണ്ടാമതായി, വിദ്വേഷ പ്രചാരണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന സന്ദേശങ്ങൾ നിർമ്മിക്കുന്നതും പങ്കുവെക്കുന്നതും പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ, അതായത് BNS 196 വകുപ്പ് പ്രകാരം ഉറപ്പായും ജയിൽ ശിക്ഷ കിട്ടാവുന്ന വലിയൊരു കുറ്റമാണ്. അവസാനമായി, സൈലൻസ് പീരീഡും വാട്സാപ്പ് അഡ്മിന്മാരുടെ ബാധ്യതകളും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപുള്ള ഈ സൈലൻസ് പീരീഡിൽ സോഷ്യൽ മീഡിയ വഴി യാതൊരു പ്രചാരണവും പാടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? ഗ്രൂപ്പുകളിൽ വരുന്ന നിയമവിരുദ്ധ സന്ദേശങ്ങൾ അഡ്മിന്മാർ ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ IT ആക്ടും BNSഉം ചുമത്തി നേരിട്ട് ക്രിമിനൽ കേസെടുക്കുന്നതാണ്. ചുരുക്കത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ഓരോ ക്ലിക്കും ഷെയറും തികഞ്ഞ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും ആയിരിക്കണം.